എപ്പിസോഡിലും സംസാരിച്ചു. എന്നാലും ദിലീപിൻ്റെ ഒരു പ്രവചനത്തിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ പലതിൻ്റെ അനാലിസിസ് നടത്തി ഇന്ന ടീമുകൾക്ക് സാധ്യതയുണ്ട്, അത് കളിയുടെ കാര്യത്തിൽ. അല്ലാതെ ഒരുപാട് സ്വാധീനങ്ങൾ വേറെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. കാരണം ഇവിടുത്തെ എൻവയൺമെൻറ്റ് വളരെ പ്രശ്നമായിരിക്കും. ഇടിമിന്നൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭയങ്കര ചൂട് കൂടിയ കളികൾ നടക്കും. ഇതൊന്നും സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്പാനിഷ് ഫ്രഞ്ച് സംഗതികൾ കാണുകയാണെങ്കിലും ഇങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഗതികൾ വരികയില്ല. ഇവിടെയുള്ള കാണികൾക്കും അത് പരിചയമല്ല. ഇപ്പം നമ്മൾ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും നടക്കുന്നതിനകത്ത് ഇതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇന്നലെ ഇംഗ്ലണ്ടിന്റെ വാം അപ്പ് മാച്ചിൽ ഇത് ഇടിമിന്നൽ കാരണം അത് കിക്ക് ഓഫും 1 മണിക്കൂർ നീട്ടിവെച്ചു. അപ്പൊ അതിനെപ്പറ്റി തോമസ് ടൂക്കിൽ അവരുടെ കോച്ച് പറഞ്ഞത് നമ്മൾ എന്താ പറയുക, യൂസ്ഡ് ആവേണ്ട ഒരു കാര്യമാണ്. ഇനിയും സംഭവിച്ചു എന്ന് വരാം. അപ്പോൾ സൈക്കോളജിക്കലായിട്ട് കളിക്കാർ അതിന് തയ്യാറായിരിക്കണം. ഇപ്പൊ 85-ാം മിനിറ്റിൽ കളി നിർത്തി പോയി ചിലപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ 1 മണിക്കൂർ ഇരുന്ന് തിരിച്ചു വന്ന് അവസാനത്തെ 5-10 മിനിറ്റ് കളിക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ വരാം. ഈ പേടിയോടുകൂടി കളിക്കേണ്ടി വരുമല്ലോ. എന്തായാലും മിന്നൽ പെട്ടെന്ന് വരുന്നതായിരിക്കില്ലല്ലോ. അതെ, അത് തീർച്ചയായിട്ടും. അതിപ്പോ പല വെന്യൂസിലും, ഇപ്പൊ മയാമിയിൽ മാത്രമൊന്നുമല്ല, പല സ്ഥലത്തും ഇത് വരാൻ സാധ്യതയുണ്ട്. പൊതുവേ നമ്മൾ ബാക്കിയുള്ള കളികളുടെ ഒരു വിജയസാധ്യതകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാലും അങ്ങോട്ട് വരാൻ പോകുന്ന സാധ്യതകൾ എങ്ങനെയാണ് ദിലീപ് കാണുന്നത്? നമ്മൾ അവസാന സെമി ഫൈനലിലേക്ക് എത്തുന്നതോ നമുക്കിപ്പോൾ അത് വെച്ച് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഇന്നലെ ആദ്യം എൻ്റെ ബ്രാക്കറ്റ് നോക്കി. അപ്പൊ അതില് നമ്മൾ പ്രവചിക്കുമ്പോൾ ഒരു വലിയൊരു ഫാക്ടർ വരാൻ പോകുന്നത് ഈ കാലാവസ്ഥ തന്നെയാണ്. അത് എങ്ങനെ നോക്കിയാലും ഈ ചൂടിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഭയങ്കര ചൂടായിരിക്കും ചില സ്ഥലത്ത്. ചില സ്റ്റേഡിയംസ് ക്ലൈമറ്റ് കൺട്രോൾഡ് ആണ്. ബാക്കി ചില സ്ഥലത്ത് 35 ഡിഗ്രി 40 ഡിഗ്രി അങ്ങനത്തെ. അത് ഫുട്ബോളിന് പറ്റിയ ക്ലൈമറ്റ് അല്ല. അപ്പൊ എങ്ങനെ നോക്കിയാലും ഏറ്റവും ശക്തമായ സ്ക്വാഡുള്ള ടീമുകളാണ് ജയിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ 70 മിനിറ്റ് കഴിയുമ്പോൾ അവർക്ക് 5 നല്ല സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ കൊണ്ടുവരാം ബെഞ്ചിൽ നിന്ന്. മറ്റേ ടീമുകൾക്ക് ആ ഒരു ലക്ഷറി ഇല്ല. ഇപ്പൊ ഫ്രാൻസിനൊക്കെ വേണമെങ്കിൽ 2 ടീം പുറത്തിറക്കാനുള്ള കളിക്കാരുണ്ട്. സ്പെയിനിനും ഏകദേശം ഒരു 1.5 ടീം, ഇംഗ്ലണ്ടിനും അതേപോലെ, പോർച്ചുഗലിനുണ്ട്. അപ്പൊ അങ്ങനത്തെ അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രാക്കറ്റ് നോക്കുമ്പോൾ 3 യൂറോപ്യൻ ടീംസാണ് സെമിയിൽ എത്തുന്നത്. ഫ്രാൻസ്, സ്പെയിൻ ഒരു സെമി, പിന്നെ ബ്രസീൽ, പോർച്ചുഗൽ ആയിരിക്കും തോന്നുന്നു. കാരണം അർജന്റീനയും പോർച്ചുഗലും ഒരു ബ്രാക്കറ്റിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല അർജന്റീനയ്ക്ക് പോർച്ചുഗലിനെ തോൽപ്പിക്കാൻ പറ്റുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള അഡ്വാൻസ് ചെയ്യുന്ന ടീമുകളിൽ അല്ല, നമുക്ക് ഇപ്പൊ ഒരു റാൻഡംനെസ് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ബോളും ആണല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഫ്രാൻസിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ടീം ഫ്രാൻസ് മാത്രമാണ്. അവര് ശരിക്കും കളിച്ചാല് ഒരു ടീമിനും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയും കഴിവുള്ള കളിക്കാരുണ്ട് അവർക്ക്. ആ ഡെപ്ത് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 70 മിനിറ്റില് കളി മാറ്റാൻ പറ്റുന്ന 5 കളിക്കാരെ അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ബാക്കി എല്ലാ ടീംസിനും ആ ലക്ഷറി ഇല്ല. വളരെ ചുരുക്കം ടീംസിനേ ഉള്ളൂ. പിന്നെ ആ സ്റ്റാർട്ടിങ് 11 തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയ സ്റ്റാർ ആവാൻ പോകുന്നത് മൈക്കിൾ ഒലീസയാണ്. ഫിറ്റ്നസ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ എങ്ങനെ നോക്കിയിട്ടും ഫ്രാൻസ് ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.